അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതായത് ഒട്ടും ഓയിലൊന്നും ഇല്ലാണ്ട് വളരെ വ്യത്യസ്തമായിട്ട് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നോക്കാം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് 1 കപ്പ് വെള്ളം, അതേപോലെ തന്നെ 1 കപ്പ് തൈരുമാണ്. പുളിയില്ലാത്ത തൈരാണ് നല്ലത്. പുളിയില്ലാത്ത തൈരും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല ലൂസായിട്ട് വേണം, ദോശ മാവിനേക്കാളും ലൂസായിട്ടുള്ളൊരു ബാറ്ററായിരിക്കണം ഇത്. എന്നിട്ട് നമുക്കിതൊരു 10 to 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. തിരക്കാണെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം, പക്ഷേ ഒന്ന് കുറച്ചുകൂടെ നല്ലത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തത് 1 കപ്പ് റവയും 1/4 കപ്പ് വെള്ളവും പിന്നെ 1 കപ്പ് തൈരുമാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ഇതാക്കിയിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടിയും ഇതിൽ ചേർക്കുക, അല്ലെങ്കിൽ പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. അതേപോലെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് നുറുക്കിയത് അല്ലെങ്കിൽ ക്യാരറ്റ്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനൊരു സ്റ്റീൽ കിണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സ്റ്റീമറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അപ്പച്ചെമ്പിൽ വെച്ചിട്ടോ ആവിയിൽ വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് മതി ഇത് വേവാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ വളരെ തിന്നായിട്ടല്ല ഇതിൽ ഒഴിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 5 മിനിറ്റ് മതി ഇത് വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് വിരൽ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ അത് ഒട്ടണില്ല എങ്കിൽ അത് വെന്തിട്ടുണ്ടാകും. എന്നിട്ട് നമ്മൾക്കിത് അപ്പച്ചെമ്പിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിൽ ഒട്ടണില്ല, അപ്പോൾ നമുക്കിനി ഇത് അപ്പച്ചെമ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമ്മളൊരു സമൂസയുടെ ഷീറ്റൊക്കെ ഇല്ല, അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കുക. ഏകദേശം ഈ രീതിയിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമ്മളൊന്ന് ചുരുക്കി കൊടുക്കുക. കാരണം ഞാൻ ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോൾ അത് തെറ്റിപ്പോയി, അപ്പോൾ അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കിട്ടാഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. ഒരു ഭാഗം മാത്രം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഈ രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക.
ഞാനൊരു ഫ്രൈ പാനിൽ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു വറ്റൽമുളകും ഒരു പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണ ആ റോള് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി അതൊരു വെള്ളമണ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കാണാനും നല്ല രസമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പുതിയ പുതിയ വിഭവങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ എപ്പോഴും ഞാൻ പറയണ പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതണം.